Welcome to Glance Learning Academy. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ എന്താ പഠിച്ചത്? സബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ സെൻറ്റൻസ് എങ്ങനെയാണ് വേർഡ്സ് യൂസ് ചെയ്ത് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ പഠിച്ചു അല്ലേ? ഒരുപാട് വേർഡ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പഠിച്ചു. ഒരു സെൻറ്റൻസ് തന്നാൽ അതിൽ എങ്ങനെയാണ് സബ്ജക്റ്റ് കണ്ടെത്തുന്നതെന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റും വേർബും നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നുള്ളത്. ഓക്കെ, സബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് എന്താ ചെയ്തത്? നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹൂ വെച്ച് നമ്മൾ ചോദിച്ചു അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, date, day, സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹരി പിക്ഡ് എ ബോൾ. ഹരി പിക്ഡ് എ ബോൾ. ഇതിൽ ഹു പിക്ഡ് എ ബോൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണോ ആൻസർ കിട്ടിയത് അതാണ് സബ്ജക്റ്റ്. ഇതിൽ ഹരിയാണ് സബ്ജക്റ്റ്. നമുക്ക് ഒബ്ജക്റ്റ് നോക്കിയാലോ? ഒബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത സെന്റൻസ് തന്നെ വെച്ച് നോക്കാം. ഹരി പിക്ഡ് എ ബോൾ. ഹരി പിക്ഡ് എ ബോൾ. ഒബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ സബ്ജക്റ്റ് കണ്ടെത്തിയപ്പോൾ ഹൂ വെച്ച് ചോദിച്ചു അല്ലേ? അതുപോലെ ഒബ്ജക്റ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് വാട്ട് ഓർ ഹൂം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ എന്താണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? വാട്ട് ഓർ ഹൂം. എന്താണ്? വാട്ട് ഓർ ഹൂം. വാട്ട് ഓർ ഹൂം എന്ന് ചോദിക്കുമ്പോൾ അതിൽ എന്താണോ നമുക്ക് ആൻസർ കിട്ടുന്നത്, ആ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് വെച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഹരി പിക്ഡ്. ഹരി പിക്ഡ്. വാട്ട് ഓർ ഹൂം വെച്ചാണല്ലോ ചോദിക്കുന്നത്. ഹരി പിക്ഡ് വാട്ട് എന്ന് ചോദിച്ചാൽ എന്ത് നമുക്ക് ആൻസർ കിട്ടും? ഹരി പിക്ഡ് വാട്ട്. എന്താ ഹരി പിക്ക് ചെയ്തത്? എ ബോൾ അല്ലേ? എന്താണ്? എ ബോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഹരി പിക്ഡ് വാട്ട്? എ ബോൾ. അപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ എ ബോൾ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഒരു സെന്റൻസിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? വാട്ട് ഓർ ഹൂം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹരി പിക്ഡ് എ ബോൾ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സെന്റൻസ്. ഇതില് ഹരി പിക്ഡ് വാട്ട് എന്ന് ചോദിച്ചാൽ അതിൽ ആൻസർ എന്ത് കിട്ടുന്നുവോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. മൈ മദർ loves me. My mother loves me. ഇതിൽ നമ്മൾ എന്ത് വെച്ച് ചോദിക്കാണ്? വാട്ട് ഓർ ഹൂം വെച്ച് ചോദിക്കാണ് അല്ലേ? മൈ മദർ ലവ്സ് ഹൂം എന്നാണല്ലോ ഇവിടെ ചോദിക്കാൻ പറ്റുള്ളൂ. മൈ മദർ ലവ്സ് ഹൂം. ആരെയാണ് എൻ്റെ അമ്മ സ്നേഹിക്കുന്നത്? മീ. മീ എന്ന് നമുക്ക് ആൻസർ കിട്ടി. മൈ മദർ ലവ്സ് മീ. അപ്പോ മീ ആണ് ഇവിടെ എന്ത്? ഒബ്ജക്റ്റ്. മീ ആണ് ഒബ്ജക്റ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ കിട്ടിയില്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് വേഗം തന്നെ മനസ്സിലാകും. ഇനി വേറെ എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. നെക്സ്റ്റ് എക്സാമ്പിൾ, സാനിയ ലൈക്സ് റോസസ്. സാനിയ ലൈക്സ് റോസസ്.
അപ്പൊ നമ്മൾ എന്ത് വെച്ച് ചോദിക്കും? വാട്ട് ഓർ ഹൂം വെച്ച് നമുക്ക് ചോദിക്കാം അല്ലെ? അപ്പൊ എങ്ങനെ ചോദിക്കും? സാനിയ ലൈക്സ് വാട്ട്? എന്താണ് സാനിയ ഇഷ്ടപ്പെടുന്നത്? റോസസ്. എന്താണ്? റോസസ്. അപ്പൊ റോസസ് ആണ് ഇവിടെ എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഓർ ഹൂം എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റിയാൽ, അതിനൊരു ആൻസർ കിട്ടിയാൽ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്താണ്? ഹൂ വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷേ നമ്മൾ ഇതറിഞ്ഞാൽ മാത്രമാണ് ഇതിന് കഴിഞ്ഞിട്ടുള്ള എക്സസൈസ്, ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ ഒബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ സബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വേർബ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് പഠിക്കാം. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വേർബ് ആണ്. എന്താണ് വേർബ്? ഈ എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഒബ്ജക്റ്റ് ഉണ്ടാവാത്ത സെന്റൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതൊന്ന് വേർബ് എന്താണെന്നുള്ളത് നോക്കാം. വേർബ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്താണോ ആക്ഷൻ കാണിച്ചിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേർബ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഹരി പിക്ഡ് എ ബോൾ എന്നുള്ളത്. നമുക്കത് തന്നെ ഒന്നും കൂടി നോക്കാം. ഹരി picked a ball. Harry picked a ball. ഇതില് സബ്ജക്റ്റ് who picked a ball? ഹരി അല്ലേ? ഇത് സബ്ജക്റ്റ് ആണ്. ഹരി picked what? a ball. ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. എന്താണ്? പിക്ഡ്. എന്താണ്? പിക്ഡ്. അപ്പൊ ഇതാണ് വേർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന ഒരു ആക്ഷൻ, ഒബ്ജക്റ്റ് എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിലൊരു ആക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു ആക്ഷൻ, ഒരു സെന്റൻസിൽ ഒരു ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതിനെയാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? പിക്ഡ് അല്ലേ? പിക്ഡ്. അതാണ് വേർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് പറയുമ്പോൾ അതിൽ ഹൂ വെച്ച് നമുക്ക് ചോദിച്ചാൽ ആൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. ഇനി വാട്ട് ഓർ ഹൂം എന്നാണ് നമ്മൾ സെന്റൻസിനോട് ചേർത്ത് ചോദിക്കുന്നതാണെങ്കിൽ അതിൽ ആൻസർ ഉണ്ടെങ്കിൽ അതെന്തായി? ഒബ്ജക്റ്റ് ആകുന്നു. എന്താണോ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന ആക്ഷൻ അതിനെയാണ് വേർബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ? സബ്ജക്റ്റ് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ, ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. ദെൻ വേർബ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസുകളെ ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ബോയ് sat under a tree. Who sat under a tree? The boy. അപ്പോൾ അത് സബ്ജക്റ്റ് ആണ്. The boy sat under what എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ ഉണ്ടാവും. The boy sat under what എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? ഇല്ല, നോ ആൻസർ അല്ലേ? Then whom വെച്ചാണെങ്കിലോ? The boy sat under whom. ആൻസർ ഉണ്ടോ? The boy sat under what എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. The boy sat under whom എന്ന് ചോദിച്ചാലും ആൻസർ ഇല്ല. അപ്പോൾ ഈ സെന്റൻസിൽ എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. ഈ സെന്റൻസിൽ എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. മനസ്സിലായോ? അപ്പൊ ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസുകളും ഉണ്ടാകും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് ഓർ ഹൂം വെച്ച് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അത് ചെയ്യണം കേട്ടോ. എന്താണ് വെർബ്, അതിൽ ഏതാണ് വെർബ്, തന്നിരിക്കുന്നതിൽ വെർബ് ഏതാണ്, സബ്ജക്റ്റ് ഏതാണ്, അതുപോലെ ഒബ്ജക്റ്റ് ഏതാണെന്നുള്ളത് എഴുതണം. ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ളത് ഹോംവർക്കായിട്ട് തരാം. Identify subject, verb, object. First question. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. We are singing
a song. We are singing a song. ഓക്കെ, ഇതില് സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ആണല്ലേ. വി സബ്ജക്റ്റ്. വി ആർ സിംഗിങ് വാട്ട്? എ സോങ് അല്ലേ, എ സോങ്. അപ്പൊ ഇതെന്തായി? ഇത് ഒബ്ജക്റ്റ് ആയി. ഇവിടെ എന്താ ആക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്? സിംഗിങ് അല്ലേ. അപ്പൊ സിംഗിങ് എന്താണ്? വേർബ്. മനസ്സിലായോ? സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഞാൻ എന്തിടാം? ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം, അതനുസരിച്ച് എഴുതണം കേട്ടോ, ഹോംവർക്ക് ആയിട്ട്. I am writing a letter. ഇതില് സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാന്ന് കണ്ടെത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He is drawing a picture. He is drawing a picture. Next one. They are washing clothes. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇതില് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹൂ വെച്ച് ചോദിച്ചിട്ട് അതിൽ ആൻസർ ഏതാണോ അതാണ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി വാട്ട് അല്ലെങ്കിൽ ഹൂം വെച്ച് ചോദിക്കുമ്പോൾ എന്താണോ അതിൽ ആൻസർ അതാണ് ഒബ്ജക്റ്റ്. അവിടെ എന്താണോ ആക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ആക്ഷൻ എന്താണോ അതിനെയാണ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയാണ് പഠിച്ചത്. അപ്പോൾ ഇത് എന്തായാലും ഹോംവർക്ക് എഴുതിയിട്ട് അതെനിക്ക് അയച്ചു തരണം. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.